ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ വീഡിയോസ് കാണാത്ത കൂട്ടുകാർ ആ വീഡിയോസ് കണ്ട ശേഷം ബാക്കി ക്ലാസ്സസ് ഫോളോ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കുന്നത് പേജ് നമ്പർ 16 അകത്തുള്ള ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് 27,000 ആൻഡ് 10,648. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും ക്യൂബ് റൂട്ട് എത്രയാണ്? ക്യൂബ് റൂട്ട് അറിയാലോ, ഏത് നമ്പറിനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 27,000ഉം 10,648ഉം കിട്ടിയതെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ക്യൂബ് റൂട്ട് ഓഫ് 27,000. അപ്പോൾ നമുക്ക് ഇവിടെ 27,000നെ ഒന്ന് ഇവിടെ നമുക്ക് ലാസ്റ്റ് 0 ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2-നകത്ത് 1 ടൈം, 7-നകത്ത് 3 ടൈം, അപ്പോൾ 6 വരും. ദെൻ 1 ബാലൻസ് കൊടുക്കുമ്പോൾ ഈ 0 10 ആവും. 10/2 എന്താവും? 5 അല്ലേ? ദെൻ ലാസ്റ്റ് 2 zeros അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 13,500. വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 13-നകത്ത് 6 ടൈംസ് അല്ലേ? ദെൻ 1 ബാലൻസ് കൊടുക്കുമ്പോൾ 15. അപ്പോൾ 15-നകത്ത് 7 ടൈംസ് ആകുമ്പോൾ 14. വീണ്ടും 1 ബാലൻസ് കൊടുക്കുമ്പോൾ 10. അപ്പോൾ 10/2 5. Then 50 കൊടുക്കുക. Then again 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനകത്ത് 3 ടൈംസ്, 3 into 2 6 ആണ് അല്ലേ? ദെൻ 7-നകത്ത് വീണ്ടും 3 ടൈംസ്, 1 ബാലൻസ് കൊടുക്കുമ്പോൾ 15. 15/2 7, 14 വരും അല്ലേ? 14 1 ബാലൻസ് കൊടുക്കുമ്പോൾ ഈ 10 ഇവിടെ എന്താവും? ഈ 0 ഇവിടെ 10 ആവും. 10/2 5. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ എന്താണ് ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ 1ന്റെ പ്ലേസിൽ 5 ആണ്. ദെൻ നമ്മൾ 3യുടെ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്യുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3-കകത്ത് 1 ടൈം, ഇവിടെ 3-കകത്ത് 1 ടൈം, ഈ 7-നകത്ത് 2 into 3 6 ആണ്. 1 ബാലൻസ് കൊടുക്കുമ്പോൾ ഇവിടെ 15 വരും. 15-നകത്ത് 3 5 ടൈംസ് ഉണ്ട് അല്ലേ? വീണ്ടും നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ ഈ 11-നകത്ത് 3 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് അല്ലേ? 3 into 3 9. 9-ൽ ഇവിടെ ബാലൻസ് എത്രയുണ്ട്? 2 കൊടുക്കുമ്പോൾ ഇവിടെ 22 ആവും. 22-നകത്ത് 3 എത്ര ടൈംസ് ഉണ്ട്? 7 into 3 21. ഇവിടെ വീണ്ടും 1 വരും. 1 ബാലൻസ് ഇവിടെ 5-ന് കൊടുക്കുമ്പോൾ ഇത് 15 ആവും. 15/3 5. ഓക്കെ, വീണ്ടും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 3-കകത്ത് 1 ടൈം, 7-നകത്ത് 2 ടൈംസ് ആകുമ്പോൾ 6. ദെൻ 1 ബാലൻസ് കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 15 ആവും. 15/3 എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമുക്ക് ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് 5 ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12-നകത്ത് 2 ടൈംസ് ആകുമ്പോൾ 10 ആവും. ദെൻ 2 ബാലൻസ് കൊടുക്കുമ്പോൾ ഇവിടെ 25. ഇവിടെ 2 ബാലൻസ് കൊടുക്കുമ്പോൾ 25 ആവും. 25/5 എന്ന് പറയുന്നത് എന്താണ്? വീണ്ടും 5. ദെൻ 25/5 5 എന്ന് കിട്ടും. വീണ്ടും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ റിമൈൻഡർ 1 എന്ന് കിട്ടും. ഇനി ഈ കിട്ടിയ നമ്പേഴ്സ് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഇനി നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? പെയർ ആക്കണം. ഓക്കെ അല്ലേ? ഫസ്റ്റ് 3 2-ൽ നിന്ന് നമ്മൾ ഒരു 2 എടുത്തു. ദെൻ അടുത്ത 3 3-ൽ നിന്നും ഒരു 3 എടുത്തു. ദെൻ അടുത്ത 3 5-ൽ നിന്നും ഒരു 5 എടുത്തു. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 2 into 3 6, 6 into 5 എന്ന് പറയുന്നത് 30. ഓക്കെ അല്ലേ? അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 27,000 ഈക്വൽ ടു 30 ആണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെ ചെയ്യാം? ഇവിടെ ഫസ്റ്റ് 3 2 ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അവിടെ ഞങ്ങളുടെ ഓറന്നിടാം. 2 ക്യൂബ് ഇൻറ്റു, ദെൻ ഇവിടെ 3 ആണല്ലോ, ദെൻ അവിടെ 3 ക്യൂബ്, ദെൻ ലാസ്റ്റ് 5 ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി 3 ക്യൂബിനെ മാത്രം നമ്മൾ കോമൺ ആയിട്ട് എടുക്കുക. 2 into 3 into 5 എഴുതിയിട്ട് ക്യൂബിനെ 3-നും കൂടെ കോമൺ ആയിട്ട് കൊടുക്കുക. ദെൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 30, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 3 into 5 ചെയ്യുമ്പോൾ 30 കിട്ടും. പിന്നെ ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതാം? ക്യൂബ് റൂട്ട് ഓഫ് 27,000 ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 32. ദാറ്റ് ഈസ് ഈക്വൽ ടു 30. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യൂബ് റൂട്ട് ഓഫ് 10,648. ഈ നമ്പറിന് നമുക്ക് ഇനി എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇവിടെ ചെയ്യാം. 10,648. ഇവിടെ 1ന്റെ പ്ലേസിൽ ലാസ്റ്റ് 2 ആണ്, 8 ആണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ 10-നകത്ത് 5 ടൈം, 6-നകത്ത് 3 ടൈം, ദെൻ 4-നകത്ത് 2 ടൈം, 8-നകത്ത് 4 ടൈം. അഗൈൻ നമ്മൾ ഇവിടെ 1ന്റെ പ്ലേസിൽ 4 ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5-നകത്ത് 2 ടൈം, 1 ബാലൻസ് കൊടുക്കുമ്പോൾ ഇവിടെ 3 എന്താവും? 13 ആവും. 13/2 എന്ന് പറയുന്നത് 6 ആണ് അല്ലേ? 6 into 2 12. വീണ്ടും നമ്മൾ 1 ബാലൻസ് കൊടുക്കുമ്പോൾ ഈ 2 ഇവിടെ 12 ആവും. ദെൻ ഇവിടെ 6 again 6, ദെൻ 4/2 2 തന്നെ കിട്ടും. അഗൈൻ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
ഈ 2-നകത്ത് 1 ടൈം, 6-നകത്ത് 3 ടൈം, ഈ 6-നകത്ത് 3 ടൈം, ദെൻ ഇവിടെ 2-നകത്ത് 1 ടൈം. ഇനി ഇവിടെ നമുക്ക് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ നമ്പറിനെ 11 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. 13-നകത്ത് 1 ടൈം, അപ്പോൾ 1 into 11 11. അപ്പോൾ ഇവിടെ ബാലൻസ് എത്രയുണ്ട്? 2. ആ 2-ന് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് കിടക്കുന്ന 3ക്ക് കൊടുക്കുമ്പോൾ ഇവിടെ 23 ആണ്. 23-ക്കകത്ത് എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ്. 2 into 11 22. 22-ന് വീണ്ടും നമ്മൾ 1 ബാലൻസ് ഈ 1-ന് കൊടുക്കുമ്പോൾ ഇവിടെ 11 ആവും. 11/11 1 എന്ന് കിട്ടും. ഈ 121-നെ വീണ്ടും നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 തന്നെ ആൻസർ കിട്ടും. എഗെയിൻ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ 1. ഇനി ഈ കിട്ടിയ നമ്പേഴ്സ് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഇതിനെ പെയറാക്കാം. ഈ 3 2-ൽ നിന്നും ഒരു 2 എടുത്തു, ഈ 3 11-ൽ നിന്നും ഒരു 11 എടുത്തു. അപ്പോൾ 2 into 11 എന്ത് വരും? 22 എന്ന് ആൻസർ കിട്ടും. അതായത് ക്യൂബ് റൂട്ട് ഓഫ് 10,648 ഈക്വൽ ടു 22. മറ്റൊരു രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് 3 2 ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇവിടെ 2 ക്യൂബ് ഇൻറ്റു 11 ക്യൂബ് എന്ന് എഴുതാം. ദെൻ ഈ ക്യൂബിനെ കോമൺ ആയിട്ട് കൊടുക്കുക, 2 into 11 ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ദെൻ 2 into 11 എന്ന് പറഞ്ഞാൽ 22 ആണ്. ഈ ക്യൂബിന് നമ്മൾ അതുപോലെ കൊടുക്കുക, 22 ക്യൂബ്. ദെൻ ക്യൂബ് റൂട്ട് ഓഫ് 10,648 ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 22 ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 22. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ രണ്ട് മെത്തേഡിലും ഏത് വേണമെങ്കിലും കൂട്ടുകാർക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 2. What number will you multiply by 1323 to make it a cube number? ഈ 1323യെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിനെ ഒരു ക്യൂബ് നമ്പർ ആക്കി മാറ്റാമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1323. ഈ നമ്പറിനെ ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിനെ ഒരു പെർഫെക്റ്റ് ക്യൂബ് ആക്കി മാറ്റാമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം. 1323. ഈ നമ്പർ നമുക്ക് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം വൺസിൻ്റെ പ്ലേസിൽ ഓഡ് നമ്പറാണ്. ദെൻ 3യുടെ ഡിവിസിബിലിറ്റി കൂടി ചെക്ക് ചെയ്യുമ്പോൾ 1 + 3 4, 4 + 2 6, 6 + 3 9 ആണ്. 9 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്കിവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ 13-നകത്ത് 3 എത്ര ടൈംസ് ഉണ്ട്? 4 into 3 12 ആണല്ലോ. ദെൻ 1 ഇവിടെ ബാലൻസ് കൊടുക്കുമ്പോൾ ഇവിടെ 2 എന്താവും? 12 ആവും. ദെൻ 12/3 എത്രയാണ്? 4. ദെൻ ഈ 3-ക്കകത്ത് 1 ടൈം. ഓക്കെ അല്ലേ? ദെൻ വീണ്ടും നമുക്ക് ഇവിടെ 4 + 4 8, 8 + 9 ആയതുകൊണ്ട് നമുക്ക് വീണ്ടും 8 + 1 9 ആയതുകൊണ്ട് നമുക്ക് വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4-നകത്ത് 1 ടൈം ഉണ്ട്. അപ്പോൾ 1 ബാലൻസ് എടുക്കുമ്പോൾ ഇവിടെ 14 ആവും. 14-നകത്ത് 3 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ് അല്ലേ? 4 into 3 12 ആണ്. അപ്പോൾ 4 ടൈംസ്. ദെൻ ബാലൻസ് എന്ത് വരും? 2 വരും. 21 ആവും അല്ലേ? 21 / 3 വരുമ്പോൾ എന്ത് വരും? 7. വീണ്ടും നമുക്ക് ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14-നകത്ത് 3 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ്. 4 into 3 12. ഇനി നമ്മളിവിടെ 2 ബാലൻസ് കൊടുക്കുമ്പോൾ 27 ആവും. 27-നകത്ത് എത്ര ടൈംസ് ഉണ്ട്? 9 ടൈംസ് അല്ലേ? വീണ്ടും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 49 ഇനി ഏതിന് 49-നെ ഇനി ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. 7 into 7 49. വീണ്ടും നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ 1 കിട്ടുന്നു. ഓക്കെ, ഇനി ഈ കിട്ടിയ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ കിട്ടിയ നമ്പേഴ്സ് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി. അപ്പോൾ ഇവിടെ പെയർ ആക്കുമ്പോൾ 3 ടൈംസ് ഉണ്ട്. 7 3 ടൈംസ് ഉണ്ടോ? ഇല്ല, 2 ടൈംസേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എന്ത് മനസ്സിലായി? ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് അല്ല, കാരണം ഇവിടെ ഒരു 7 കൂടെ ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്കിതൊരു പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഇതിനെ പെർഫെക്റ്റ് ക്യൂബ് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 1323യെ ഇവിടെ ഒരു 7ന്റെ കുറവല്ലേ ഉള്ളൂ, അപ്പോൾ ആ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? Here is no triplet of 7. 7 എന്തില്ല? ട്രിപ്ലെറ്റ് അല്ല. അപ്പോൾ എന്ത് മനസ്സിലായി? അതിൽ നിന്ന് 1323 ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. ഇനി നമുക്കിതിനെ പെർഫെക്റ്റ് ക്യൂബ് ആക്കണമെങ്കിൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് ക്യൂബ് we can multiply 1323
ബൈ 7. അപ്പോൾ ഈ നമ്പറിനെ എന്ത് ചെയ്താൽ മതി, 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനിത് ഇങ്ങോട്ട് എഴുതാം. 1323 ഇൻറ്റു 7 കൂട്ടുകാർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും, 9261 എന്ന് കിട്ടും. അപ്പോൾ ഇതാണൊരു പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഈ 9261 ഏത് നമ്പറിൻ്റെ ക്യൂബാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ കിട്ടിയ നമ്പേഴ്സ് എടുത്തെഴുതുക. ദെൻ നമ്മളിവിടെ ഒരു 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലോ, ആ 7 കൂടെ ഇതിൻ്റെയോടൊപ്പം എഴുതുക. ദെൻ ഈ 3 3യിൽ നിന്ന് നമ്മൾ ഒരു 3 എടുത്തു, ഈ 3 7ൽ നിന്നും ഒരു 7 എടുത്തു. ഓക്കെ, ദെൻ 3 ഇൻറ്റു 7 എത്രയാണ്, 21. അപ്പോൾ 21ൻ്റെ ക്യൂബാണ് 9261 എന്ന് പറയുന്നത്. 21 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 9261 എന്ന് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ക്ലാസ്സസുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ താങ്ക് യു.